നമസ്കാരം. സംവിധായകൻ ഫാസിലിൻ്റെ ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഫാസിൽ വീട്ടിലിങ്ങനെ അസ്വസ്ഥനായിരിക്കുകയാണ് ഒരു ദിവസം. മൺചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിലേക്ക് കടന്നു. ഇനി ചിത്രീകരണം ആരംഭിക്കണം. 3 വർഷത്തോളം എടുത്തിട്ടാണ് തിരക്കഥ പൂർത്തിയാക്കിയത്. മധു മുട്ടമാണ് തിരക്കഥ ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും സംവിധായകൻ എന്നുള്ള നിലയിൽ ഫാസിലിന് വലിയ വെല്ലുവിളി ഉണ്ടാക്കി. എന്താണെന്ന് വെച്ചാൽ ക്ലൈമാക്സ് ഷൂട്ടിംഗ് എങ്ങനെ കൊണ്ടുപോകും. ആ ഒരൊറ്റ ക്ലൈമാക്സ് പാളിപ്പോയ സിനിമ മൊത്തം പൊളിയും. സിനിമ അല്ലെങ്കിലേ ഒരു നാരോ എസ്കേപ്പിന് സാധ്യതയുള്ള ഒരു സിനിമയാണ്. കാരണം പൊളിഞ്ഞാൽ 8 നിലയിൽ പൊട്ടും, വിജയിച്ചാൽ വമ്പൻ വിജയാവും എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഉള്ളടക്കമാണ്. ആളുകൾക്ക് ബോധ്യമാക്കുന്ന നിലയിൽ ഇത് അവതരിപ്പിക്കണം. അങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ ക്ലൈമാക്സിലിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഗംഗയും നാഗവല്ലിയും ശോഭനയാണല്ലോ. അപ്പോൾ ആ ഇതിൽ നാഗവല്ലി സുരേഷ് ഗോപിയുടെ കഥാപാത്രത്തെ കൊല്ലണം. ഈ സുരേഷ് ഗോപിയുടെ കഥാപാത്രം എന്ന് പറയുന്നത് ഗംഗയുടെ ഭർത്താവും കൂടിയാണ്. അങ്ങനെ 4 കഥാപാത്രങ്ങളാണ്. സുരേഷ് ഗോപി, ഈ വില്ലൻ, അതോടൊപ്പം ഗംഗ, വില്ലനെ കൊല്ലാൻ വരുന്ന നാഗവല്ലി. അപ്പോൾ ഈ 4 കഥാപാത്രങ്ങളെ മാറി മാറി കാണിച്ച് ആളുകളെ കൺഫ്യൂഷനിൽ നിന്ന് രക്ഷിച്ച് കൃത്യമായ പാതയിലൂടെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് വേണം ഈ ക്ലൈമാക്സ് പൂർത്തീകരിക്കാൻ. കൊലപാതകം നടക്കണം. അത് സുരേഷ് ഗോപിയുടെ കഥാപാത്രം നകുലൻ എന്നെ കൊല്ലുന്നു എന്ന് തോന്നാനും പാടില്ല. പക്ഷേ നകുലൻ തന്നെ അവിടെ വേണം. ഇങ്ങനെ ക്ലൈമാക്സ് എന്ത് ചെയ്യും എന്നാലോചിച്ചിരിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ ഫാസിൽ. ആ ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് സുരേഷ് ഗോപി കടന്നു വരുന്നത്. അപ്പോൾ സുരേഷ് ഗോപിയാണ് ഇതിലൊരു കഥാപാത്രം. അപ്പോൾ സുരേഷ് ഗോപി ആ കാലത്ത് നമുക്കറിയാലോ സൂപ്പർ സ്റ്റാറാണ്. പക്ഷേ അദ്ദേഹത്തിന് അതിൻ്റെ തുടർച്ച പോലീസ് വേഷങ്ങളിലും ചോരത്തിളപ്പുള്ള നായക കഥാപാത്രങ്ങളിലും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വ്യത്യാസത്തിലേക്ക് കടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്നാൽ പോലും മൺചിത്രത്താഴിൽ പ്രധാന കഥാപാത്രം അല്ലെങ്കിൽ പോലും ഒന്ന് ചെയ്യാൻ അദ്ദേഹം തയ്യാറായി. നകുലൻ്റെ കഥാപാത്രം, ശോഭനയുടെ ഗംഗയുടെ ഭർത്താവിൻ്റെ കഥാപാത്രം. അങ്ങനെ ഇതിനെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ഒരു ദിവസം ഫാസിലിൻ്റെ അടുത്ത് സുരേഷ് ഗോപി കടന്നു വരികയാണ്. അപ്പോൾ സുരേഷ് ഗോപി കടന്നു വന്നതിന് ശേഷം ഫാസിലിനോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ ഫാസിൽ പറഞ്ഞു ഭയങ്കര പ്രശ്നത്തിലാണ്, എന്ത് ചെയ്യും എന്ന് അറിയില്ല. സുരേഷ് ഗോപിയുടെ സ്വഭാവം നമുക്കറിയില്ല. ഫുൾ പൊളിറ്റിക്സും ധാർമ്മിക രോഷവും ഒക്കെ ആയിട്ട് മൂപ്പരങ്ങനെ വൈകാരിക അവസ്ഥയിൽ പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിലാണ് ഫാസിൽ ഇതും പറയുന്നത്. അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു എന്താ പ്രശ്നം എന്താ? അപ്പോൾ മൂപ്പര് പറഞ്ഞു ഇങ്ങനെ 4 കഥാപാത്രങ്ങളാണ്. അപ്പോൾ എങ്ങനെ കൊല്ലും? ഈ കൊല്ലുമ്പം ഇയാളെ കൊന്നു നാഗവല്ലിക്ക് അല്ലെങ്കിൽ ഗംഗയുടെ മാറിയ രൂപത്തിന് തോന്നണം. പക്ഷേ അയാളെ കൊല്ലാനും പാടില്ല. എന്ത് ചെയ്യും എന്നുള്ള പ്രതിസന്ധിയാണ്. അത് ചിത്രീകരിച്ച് ഫലിപ്പിക്കലാണ് പ്രശ്നം. ഇന്നത്തെ പോലെ ഗ്രാഫിക്സും മറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. സുരേഷ് ഗോപി പെട്ടെന്ന് ഫാസിലിനെ ഇങ്ങനെ പിടിച്ച് നെഞ്ചത്ത് പിടിച്ച് തിരിച്ചു. എന്നിട്ട് പറഞ്ഞു പലകയുടെ അപ്പുറവും ഇപ്പുറവും കെടുത്ത് തിരിച്ചാൽ പോരെ എന്ന് പെട്ടെന്ന് സുരേഷ് ഗോപി ചോദിച്ചു ഫാസിലിനോട്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം ഞാൻ പോവാണെന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. അപ്പം കാർ ഇങ്ങനെ അകന്ന് പോകുന്ന സമയത്ത് ഫാസിലിന് ഇത് ക്ലിക്കായില്ല. ഇങ്ങനെ ബൾബ് കത്തുന്ന പോലെ ഇത് കത്തിയില്ല. അപ്പോൾ ആലോചിച്ച് നോക്കുകയാണ്. സുരേഷ് ഗോപി ദൂരത്തേക്ക് നകന്ന് പോകുമ്പോൾ കാറിലിങ്ങനെ അകന്ന് പോകുമ്പോൾ ഫാസിലിങ്ങനെ ആലോചിച്ചൊക്കെയാണ് എങ്ങനെയാണ് മൂപ്പര് നെഞ്ചത്ത് പിടിച്ചിങ്ങനെ കറക്കുകയാണ് ഇത്. എന്നിട്ട് പലകയുടെ അപ്പുറവും ഇപ്പുറവും കിടത്തിയിട്ട് തിരിച്ചാൽ പോരെ എന്നാണ് ചോദിച്ചത്. വേറൊന്നും ചോദിച്ചില്ല, മൂപ്പര് പോവുകയും ചെയ്തു. അപ്പോൾ ഫാസിൽ ആലോചിച്ച് നോക്കുമ്പോൾ കൂടുതൽ ആലോചിച്ചപ്പോഴാണ് പെട്ടെന്ന് കാര്യം പിടികിട്ടിയത്. സുരേഷ് ഗോപിനെ പലകയിൽ കിടത്തി നാഗവല്ലിക്ക് കൊല്ലുന്നതായി തോന്നുന്ന ആ ഘട്ടത്തിൽ തിരിച്ചാൽ മതിയല്ലോ, തെറ്റിദ്ധരിപ്പിച്ചാൽ മതിയല്ലോ എന്നുള്ളതാണ്. അത് ആ സിനിമയുടെ ക്ലൈമാക്സിൽ ഏറ്റവും പ്രസക്തമായ അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൺവിൻസിങ് ആക്കുന്ന നിലയിൽ മൺചിത്രത്താഴിനെ മാറ്റുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശമായി സുരേഷ് ഗോപിയുടെ ആ നിർദ്ദേശം മാറുകയായിരുന്നു. അങ്ങനെ ഒരു വലിയ ഹിറ്റ്, സൂപ്പർ ഹിറ്റ്, മലയാള സിനിമയുടെ എക്കാലത്തെയും ഗംഭീരമായൊരു സിനിമ പിറക്കുകയും ചെയ്തു. അത് അസാധാരണമായൊരു സിനിമയായി മാറി. ഞാനിത് പറയാൻ കാരണം ഇപ്പോൾ സിനിമയുടെ പുതിയ പ്രിൻ്റ് വന്ന് തിയേറ്ററിലേക്ക് വീണ്ടും റിലീസ് ചെയ്യാനിരിക്കുകയാണ് എന്ന വാർത്തകൾ കേൾക്കുന്നു. കഴിഞ്ഞ കേരളീയം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ മൺചിത്രത്താഴിന് ആളുകൾ തള്ളിക്കയറി ആകെ ബഹളായ നിരവധി തവണ, 1-ലധികം തവണ പ്രദർശിപ്പിച്ചിട്ടും ആളുകൾക്ക് മുഴുവൻ കാണാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ മൺചിത്രത്താഴ് എപ്പോഴും ചാനലുകളിൽ വരുമ്പോഴൊക്കെ ആളുകൾ ഉറ്റുനോക്കുന്ന ഒരു സിനിമയാണ്. ഈ സാഹചര്യത്തിൽ മൺചിത്രത്താഴിനെക്കുറിച്ച് നിങ്ങളോട് എന്താണ് സംസാരിക്കുക എന്ന് ആലോചിച്ച് നോക്കിയപ്പോഴാണ് മൺചിത്രത്താഴും മറ്റോർമ്മകളും എന്ന ഫാസിലിൻ്റെ ഈ പുസ്തകം എൻ്റെ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പുസ്തകം ഞാൻ വായിച്ച ഓർമ്മയിലാണ് നിങ്ങളുടെ മുമ്പിൽ കുറച്ച് വിവരങ്ങൾ പങ്കുവെക്കാം എന്ന് വിചാരിച്ചത്. 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നതും നമുക്ക് ആകാംക്ഷ ഉണ്ടാക്കുന്നതുമായ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മൺചിത്രത്താഴും മറ്റോർമ്മകളും പറയുന്ന ആ പുസ്തകം പറയുന്ന പല കാര്യങ്ങളും, ഇതിൽ പറയാത്ത കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ ആകാംക്ഷയായി ബാക്കി നിൽക്കുന്നുമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് പോകാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. ആദ്യം നമുക്ക് പ്രധാനപ്പെട്ട ഒരു രംഗമാണ് ഗംഗ ആ കട്ടിലുയർത്തിക്കൊണ്ട് അതെന്താ ഞാൻ പോയാൽ എന്ന് ചോദിക്കുന്നൊരു രംഗമുണ്ടല്ലോ. ആ രംഗത്തെക്കുറിച്ച് വളരെ രസകരമായൊരു പിന്നണി കഥ അദ്ദേഹം പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അത് ഫാസിൽ തന്നെ പറയുന്നത് അതുപോലെ നമുക്ക് വായിച്ചു നോക്കുന്നതായിരിക്കും ഭംഗി. ആ രംഗം ഷൂട്ട് ചെയ്യുന്ന അന്ന് ശോഭന നെർവസ് ആയിരുന്നു, വളരെ നെർവസ്. എൻ്റെ അരികിൽ തന്നെ നിന്നു. എന്നെക്കൊണ്ട് ആ സീൻ പിന്നെയും വായിപ്പിച്ചു.
ഇന്ന് ദുർഗാഷ്ടമി എന്ന് പറയുന്ന ഇടം എന്നെക്കൊണ്ട് അഭിനയിപ്പിച്ച് കണ്ടു. ഉയർത്തിപ്പിടിച്ച എൻ്റെ കയ്യിലെ വിരലുകളുടെ ചലനം പോലും ശോഭന ഒപ്പിയെടുത്തു. പിന്നെ അഭിനയിക്കാനായി മാനസികമായി തയ്യാറായി. ശാരീരികമായി തയ്യാറെടുക്കും മുമ്പ് എന്നോട് പറഞ്ഞു, സാർ എനിക്ക് കട്ടിൽ ഒറ്റ കൈകൊണ്ട് പൊക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, നാഗവല്ലിയായി മാറിക്കഴിയുമ്പോൾ ശോഭന അതൊരു വിരൽ കൊണ്ട് പൊക്കിക്കൊള്ളും എന്ന്. എന്നെ വല്ലാത്തൊരു നോട്ടം നോക്കി ശോഭന ടച്ചപ്പിന് പോയി. ഇത്തിരി നേരം കൊണ്ട് ഞാനൊരു കുസൃതി ഒപ്പിച്ചു. ശോഭന തിരികെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ദാ കണ്ടോ എന്ന് പറഞ്ഞു. ഒരു റിഹേഴ്സൽ എടുക്കുകയാണ്. എന്നിട്ട് നാഗവല്ലിയുടെ സംഭാഷണം, തമിഴ് സംഭാഷണം പറഞ്ഞ് അഭിനയിച്ച് ഞാൻ ആ കട്ടിൽ ഒരു വിരൽ കൊണ്ട് പൊക്കി നിർത്തി. ഫാസിൽ എന്നെ അഭിനയിച്ച് കാണിച്ചു. സംവിധാന സഹായികളിൽ ആരോ സാർ എന്ന് അലറി നീട്ടി വിളിച്ചപ്പോൾ കട്ടിൽ താഴെയിട്ട് ഞാനായി മാറി. അന്തിച്ചുപോയ ശോഭന ഒന്നും മനസ്സിലാകാതെ ചുറ്റുമുള്ളവരെ നോക്കി. പിന്നെ എന്തോ സംശയത്തിൽ ഓടി വന്ന് 4 കാലിൽ കട്ടിലിനടിയിലേക്ക് നോക്കി. ഇങ്ങനെ കുനിഞ്ഞിരുന്ന് കട്ടിലിനടിയിലേക്ക് നോക്കി. സംഭാഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ കൃത്യമായൊരു ടൈമിങ്ങിൽ അലി 2 കൈ കൊണ്ടും കട്ടിൽ ഒറ്റ പൊക്കാണ്. കഥാപാത്രം പൊക്കിയതുപോലെ, അതായത് കട്ടിലിൻ്റെ അടിയിൽ ഒരാൾ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് വിളിക്കുന്ന സമയത്ത് ശോഭന ഇങ്ങനെ കഥാപാത്രം ഇങ്ങനെ പൊക്കുന്നതായി തോന്നുന്ന സമയത്ത് താഴെ നിന്ന് ഒരാൾ പൊക്കിക്കൊണ്ടു ഇത് നിൽക്കും. അപ്പോൾ ആ ഘട്ടത്തിൽ കട്ടിലിനടിയിൽ അലി എന്ന് പറയുന്ന ഒരാളെ നിർത്തിയിട്ടുണ്ട്. അതാണ് ശോഭന കണ്ടത്. അങ്ങനെയുള്ളൊരു രസകരമായ അനുഭവം അനുഭവമല്ലാതെ വളരെ ആസൂത്രിതമായി ചെയ്ത ഒരു കാര്യം അദ്ദേഹം പറയുകയാണ്. അങ്ങനെ ഈ കഥ മുന്നോട്ട് പോയി, സിനിമ ഗംഭീരമായി. ഇത്തരം ആസൂത്രണങ്ങളൊക്കെ നടക്കുന്ന കാലത്തേക്ക് അദ്ദേഹം പോകുന്നുണ്ട്. കഥ ആലോചിച്ച സമയത്ത് മറ്റൊരു പ്രതിസന്ധി രൂപപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ കഥ മധുമുട്ടാണ് തിരക്കഥ എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ശോഭനയുടെ ഗംഗയുടെ ഭൂതകാലത്തിനൊരു വിശ്വാസ്യത വേണം. എങ്ങനെ ഗംഗയിൽ നാഗവല്ലി ആവേശിച്ചു എന്നതിന് ശാസ്ത്രീയമായൊരു വ്യാഖ്യാനം വേണം. ഫാസിൽ അത് ആലോചിച്ചതിനെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒരിക്കൽ കൽപ്പകവാടിയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയാൻ കൽപ്പകവാടി, മൂപ്പര് ഡോക്ടറാണല്ലോ. അദ്ദേഹം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, ഈ വിശ്വാസ്യതയുടെ പ്രതിസന്ധി മനസ്സിൽ നിൽക്കുന്ന സമയത്ത് പറഞ്ഞു, പണ്ട് എന്തെങ്കിലും മാനസിക രോഗം വന്നിട്ടുള്ള ഒരാൾക്ക് അത് ചികിത്സിച്ച് ഭേദമാക്കിയാലും പ്രത്യേക സാഹചര്യത്തിൽ അത് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. അതങ്ങനെയാണ്. അത് മധുമുട്ടത്തിൻ്റെയും ഫാസിലിൻ്റെയും മനസ്സിൽ കൊണ്ടു മൂപ്പര് പറഞ്ഞത്. അവർ ചായ കുടിച്ച് മടങ്ങുന്ന വഴിയിൽ അതിനെക്കുറിച്ച് സംസാരിച്ചു. ഗംഗയ്ക്ക് മുമ്പൊരിക്കൽ മാനസിക രോഗം വന്നിട്ടുണ്ട് എന്ന് അങ്ങനെയാക്കിയാലോ എന്ന് ആലോചിച്ചു. പ്രണയനൈരാശ്യം, ജീവിത നൈരാശ്യം, കുടുംബകലഹം, അടുത്ത കൂട്ടുകാരിയുടെ ദുരൂഹ മരണം, കാണാൻ പാടില്ലാത്ത എന്തോ കണ്ടതിൻ്റെ ആഘാതം, ഇങ്ങനെ പല സാധ്യതകളും ഇവർ സംസാരിച്ചു, മധുമുട്ടും ഫാസിലും. അതിനിടയിൽ മറ്റു കാര്യങ്ങളിലേക്കും പോയി. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം മധുമുട്ടം ഫാസിലിൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ മധുമുട്ടത്തിൻ്റെ കയ്യിൽ പഴയൊരു ചുരുട്ടിപ്പിടിച്ച ആഴ്ചപ്പതിപ്പുണ്ടായിരുന്നു. അത് ഫാസിലെടുത്തു. പേജ് മറിച്ചു നോക്കിയപ്പോൾ അതിനകത്തൊരു കടലാസ് ഉണ്ട്, ഒരു പേപ്പറിലെന്തോ എഴുതിയ കടലാസ്. അതിൽ ബാക്കി ഫാസിൽ പറയുന്നത് തന്നെ നമുക്ക് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അത് നമുക്ക് വായിക്കാം. അപ്പോൾ ഫാസിൽ അത് കണ്ടപ്പോൾ ചോദിച്ചു, എന്താ ഇത്? മധു നിസ്സാരമായി പറഞ്ഞു, ഓ അത് പണ്ടെന്നോ ഞാൻ വെറുതെ എഴുതി വെച്ചിരുന്നതാണ്. ഞാനത് വായിച്ചു. അതിങ്ങനെയായിരുന്നു. അതൊരു പാട്ടിൻ്റെ വരികളാണ്. വരുവാനില്ലാരുമിങ്ങൊരു നാളുമീ വഴിക്കറിയാം, അതെന്നാലുമെന്നും പ്രിയമുള്ളൊരാളാരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കാറുണ്ടല്ലോ. അങ്ങനെയാണ് വരികൾ. പാട്ട് യേശുദാസ് പാടിയ പോലെയല്ല. മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എന്നിലേക്ക് എന്തോ അരിച്ചു കയറും പോലെ തോന്നി. അങ്ങനെ ഫാസിൽ പറയാണ്, നൊസ്റ്റാൾജിയ പോലെ എന്തോ. ഞാൻ ചോദിച്ചു, മധു വരികൾക്കിടയിൽ എവിടെ ഒളിഞ്ഞിരിപ്പില്ലേ നമ്മുടെ ഗംഗ, നമ്മൾ അന്വേഷിക്കുന്ന ഗംഗ? മധു പെട്ടെന്ന് അത് കേട്ട ഉടനെ ശൂന്യതയിലേക്ക് എങ്ങോ പോയി. അപ്പം ഞാൻ പറഞ്ഞു, സത്യത്തിൽ ഇത് എഴുതിയത് ഗംഗയല്ലേ, പാടിയത് ഗംഗയല്ലേ, ഈ വേദനകൾ അനുഭവിച്ചത് അത്രയും ഗംഗയല്ലേ, അവളുടെ കഥയല്ലേ ഇത്? മധുവിൻ്റെ കണ്ണു വിടർന്നു, കൽപ്പന ഉണർന്നു. അന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് മധു ഒരു കഥയുണ്ടാക്കി. കുഞ്ഞു ഗംഗയെ മുത്തശ്ശി ഏൽപ്പിച്ച് കൽക്കട്ടയിലേക്ക് പറന്ന അച്ഛനമ്മമാർ. മുത്തശ്ശിയുടെ നാട്ടുരീതികളോട് സമ്പ്രദായങ്ങളോട് ഇഴുകിച്ചേർന്ന ഗംഗ കൽക്കട്ടയിലേക്ക് പറിച്ചു നടാൻ പോകുന്നതറിഞ്ഞ് പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങി ഓടി. അതായിരുന്നു അവൾക്കുണ്ടായ ആദ്യത്തെ സൈക്കിക് അറ്റാക്ക്. കൽക്കട്ടയിൽ കൊണ്ടുപോയി അതിനെ മരുന്നുകൾ കൊണ്ട് ഉറക്കിക്കിടത്തി. മാടമ്പള്ളിയിലെത്തിയപ്പോൾ പഴയ രീതികളും ആർഭാടങ്ങളും തിരികെ എത്തി. കടുത്ത ചായക്കൂട്ടിൽ ചാലിച്ച നാഗവല്ലിയുടെ കഥയും ഒപ്പം ചേർന്നപ്പോൾ ഉറങ്ങിക്കിടക്കുന്നതെന്തോ ഉണരാൻ തുടങ്ങി. ഗംഗ വീണ്ടും മാനസിക രോഗത്തിലേക്ക്. കഥ ഭദ്രം. ഗംഗയിൽ എപ്പോൾ എങ്ങനെ മാനസിക രോഗം വന്നു എന്നതിന് ശരിയായ ഉത്തരം അപ്രതീക്ഷിതമായി എനിക്കൊരു ബോണസ് കൂടി കിട്ടി. ഞാൻ പറഞ്ഞു, മധുവിൻ്റെ ഈ ഗാനം സിനിമയ്ക്കായി ഞാൻ എടുക്കുകയാണ്. ഗാന ചിത്രീകരണത്തിലൂടെ ഗംഗയുടെ കഥ ഞാൻ കാട്ടിക്കൊടുത്തോളാം. ഈ കഥയൊക്കെ നിങ്ങൾ വാരി വലിച്ചെഴുതണം എന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ കഥ ഒറ്റ പാട്ടിലൂടെ
ഫാസിൽ പറയുകയാണ്. അത് പറഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ആ ഭാഗം ഗംഭീരമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഈ സിനിമ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ, അതായത് തിരക്കഥ എഴുതി പൂർത്തിയാക്കിയ ഒരു ഘട്ടത്തിലുണ്ടായ മറ്റൊരു കാര്യം കൂടി ഫാസിൽ പറയുന്നുണ്ട്. തിരക്കഥയൊക്കെ പൂർത്തിയാക്കി മധു മുട്ടൻ സമാധാനമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഫാസിൽ ഈ പൂർണ്ണ കഥ വായിക്കുന്നൊരു ചടങ്ങ് ആദ്യ ഘട്ടം കഴിഞ്ഞ് പൂർത്തിയായല്ലോ. അപ്പോൾ അത് ആസ്വദിച്ച് എങ്ങനെ ആളുകൾ കേൾക്കുന്നു എന്ന് അറിയില്ല. അങ്ങനെ മോഹൻലാൽ വന്നു, ഫാസിലിൻ്റെ പഴയ സഹപ്രവർത്തകർ സഹസംവിധായകരായിരുന്ന സിദ്ദിഖ് ലാൽ ഒക്കെ വന്നിരിപ്പുണ്ട്. അങ്ങനെ കഥ ഇങ്ങനെ വായിക്കുകയാണ്. വായന ഗംഭീരമായി മുന്നോട്ട് പോയി. ഒടുക്കം ഗംഗയുടെ കൈ പിടിച്ച് സണ്ണി അവളെ നകുലന് നേരെ എറിയുന്നു. ഇന്നാ പിടിച്ചോ, ഞാൻ തിരികെ തരാം എന്ന് പറഞ്ഞ നിൻ്റെ ഗംഗയെ എന്ന് അവൾ നകുലൻ്റെ മാറിലേക്ക് ഇങ്ങനെ വീഴുന്ന രംഗം, അതെല്ലാം ഗംഭീരമായിട്ട് വായിച്ചു. യാത്ര പറച്ചിൽ കഴിയുന്നു, ദ എൻഡ്. കഥ അങ്ങനെ തിരക്കഥ വായിച്ച് പൂർത്തിയായി. വായിച്ച് കഴിഞ്ഞതിന് ശേഷം ഫാസിലിനും സന്തോഷം. പക്ഷേ ഫാസിലിൻ്റെ ഉള്ളിൽ ഒരു അസ്വസ്ഥത രൂപപ്പെടുന്നുണ്ടായി. ആരോ പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇതെങ്ങനെ ഈ കഥയൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കും? കാരണം ഇതുവരെ കണ്ടു ശീലമില്ലാത്ത മന്ത്രവാദവും ശാസ്ത്രവും ഒക്കെ മിക്സ് ചെയ്തൊരു കഥയാണല്ലോ. അതിനിടയിൽ ഇയാൾ ആലോചിക്കുന്ന സമയത്ത്, ഫാസിൽ ആലോചിക്കുന്ന സമയത്ത് മോഹൻലാൽ പറഞ്ഞു, അപ്പോൾ നമ്മൾ ഗംഭീരമായി ഒരു നല്ല സിനിമ ചെയ്യുന്നു അല്ലേ എന്ന് പറഞ്ഞ് മോഹൻലാൽ അങ്ങ് പോയി. അപ്പോൾ ഫാസിലാകെ അസ്വസ്ഥമായി. അങ്ങനെ പിറ്റേന്ന് വീണ്ടും ആ ദിവസം കഴിഞ്ഞു. പിറ്റേന്ന് വീണ്ടും മധു മുട്ടം വന്നു. അതിനുശേഷം അദ്ദേഹം എന്ത് സംഭവിച്ചു എന്ന് ഫാസിൽ പറയുന്നത് നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് തന്നെ വായിക്കാം. മധു, നിങ്ങൾ ചില കാര്യങ്ങൾ കൂടി തന്നിട്ട് എങ്ങോട്ടെങ്കിലും പോയിക്കോ, ഞാൻ സിനിമ ആയിക്കൊള്ളാത്തുണ്ട്. അപ്പോൾ മധു ചോദിച്ചു, അതെന്താ? ഇൻ്റർവെല്ലിന് എനിക്കൊരു ഇടി വേണം. മധു വീണ്ടും ഞെട്ടി. ഇടിയോ? പക്ഷേ കുലുങ്ങിച്ചിരിക്കാൻ തുടങ്ങും മുമ്പ് ഞാൻ പറഞ്ഞു, സ്റ്റണ്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്, പഞ്ചാണ്. പഞ്ച് ഒരു സിനിമാ ഭാഷയാണ്. ഇനിയും കിടപ്പുണ്ട് നിനക്ക് പരിഹരിക്കാനാകാത്ത സങ്കീർണമായ പലതും എന്ന് സണ്ണിക്ക് കൊടുക്കേണ്ട ഒരു താക്കീത്. അതായിരിക്കണം ഇൻ്റർവെൽ പഞ്ച്. മധുവിന് കാര്യം മനസ്സിലായി. മൂപ്പര് സ്വന്തം മുറിയിലേക്ക് പോയി. ഏറെ താമസിയാതെ തൻ്റെ മുറിവാതിൽക്കലെത്തി. അവിടെ നിന്ന് തന്നെ വിളിച്ചു ചോദിച്ചു, മാഷേ നമുക്ക് ആ സണ്ണിക്കിട്ട് തന്നെ ഒരു പണി കൊടുത്താലോ എന്ന് ചോദിച്ചു. എങ്ങനെ? അയാളുടെ ശബരിമല പ്രസാദം അടങ്ങിയ ബാഗ് അവിടെ എവിടെയോ ഇരിപ്പുണ്ട്, അതെടുത്ത് മിറ്റത്തിട്ടങ്ങ് കത്തിച്ചാലോ? ഞാൻ പറഞ്ഞു, ഇടിയേക്കും. അങ്ങനെ കത്തുന്ന ബാഗിനരികിലിരുന്ന് സണ്ണി ശപഥം ചെയ്യുന്നു, ശബരിമല ശാസ്താവാണേ, ഹരിഹര സുതനാണേ സത്യം, ഇത് ചെയ്തവനെ ഞാൻ പൂട്ടും, മണിച്ചിത്രത്താഴ് ഇട്ട് പൂട്ടും എന്ന് ഇൻ്റർവെൽ പഞ്ച്. അങ്ങനെ 3 പഞ്ചുകളാണ് ഫാസിൽ ചോദിച്ചത്. ഒന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തേത് കുളിസീൻ സമയത്ത് നമ്മുടെ KPSC എഴുതിയ മോഹൻലാലും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. മൂന്നാമത്തേത് കാട്ടുപറമ്പനാണ്. പപ്പു അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പഞ്ച് ഡയലോഗുകൾ, പഞ്ച് പ്രസൻറ്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൂടെ. അതൊക്കെ കഴിഞ്ഞിട്ട് ഈ പുസ്തകത്തിൽ പറയുന്ന മറ്റൊരു രസകരമായ കാര്യമുണ്ട്. അത് KPSC എഴുതിയ ആ കുളിമുറി സീൻ ഉണ്ടല്ലോ, അപ്പോൾ ആ സമയത്ത് നടന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ KPSC എഴുതുക ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഡബ് ചെയ്യാൻ വന്നു. അപ്പോൾ ഈ കുളിമുറി സീൻ ഡബ് ചെയ്യുന്ന സമയത്ത് KPSC എഴുതുക ചില സംശയം വന്നു. അത് ഞാൻ അഭിനയിച്ചിട്ടില്ലല്ലോ എന്ന സംശയം വന്നു. ഞാൻ അഭിനയിക്കാത്ത സീൻ ഞാൻ ഡബ് ചെയ്യില്ല എന്ന് പറഞ്ഞ് KPSC എഴുതുക പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ അതിനെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നുണ്ട്. KPSC ലളിത പറഞ്ഞു, പിണങ്ങിക്കൊണ്ട് പറഞ്ഞു, എന്നോട് പറയാതെ എന്തിനാ എൻ്റെ സീൻ എടുത്തത്? എല്ലാവരും കൂടെ എന്നെ ഒഴിവാക്കി, ഒളിച്ചുപോയി എൻ്റെ സീൻ എടുത്തു അല്ലേ? ഞാൻ അഭിനയിച്ചിട്ടില്ലാത്ത സീൻ ഞാൻ എന്തിന് ഡബ് ചെയ്യണം? അഥവാ ഡബ് ചെയ്യണമെങ്കിൽ എനിക്ക് വേറെ കാശ് തരണം എന്ന് KPSC ലളിത പറഞ്ഞു. അപ്പോൾ അസോസിയേറ്റ് ഡയറക്ടർ ഷാജി മെല്ലെ മയപ്പെടുത്താൻ ശ്രമിച്ചു. ചേച്ചി, ഡയറക്ടർ ചെയ്തതൊരു നല്ല കാര്യമല്ലേ? ചേച്ചി ചോദിച്ചു, എന്ത് നല്ല കാര്യം? ഷാജി പറഞ്ഞു, ഈ സിനിമയിൽ ചേച്ചിയുടെ കുളിസീൻ ഇടാഞ്ഞത് നല്ല കാര്യമല്ലേ എന്ന് വെച്ചാൽ കുളിമുറിയുടെ അപ്പുറത്തുനിന്ന് കുളിക്കുമ്പോഴാണല്ലോ ഈ ഡയലോഗ് വരുന്നത്. മൂപ്പര് അഭിനയിച്ചിട്ടില്ല, അപ്പോൾ കുളിസീൻ ഇടാത്തത് നല്ലതല്ലേ എന്ന് ചോദിച്ചു. അതോടുകൂടി KPSC ഉള്ളത് ചിരിച്ച് രസകരമാക്കിയ ഒരു രംഗം. ശേഷം മൂപ്പര് ഡബ് ചെയ്തു, ആ കടുംപിടുത്തം ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. മറ്റ് ഒരു കാര്യം, തിലകൻ്റെ ഒരു രംഗമുണ്ടല്ലോ, തിലകനും മോഹൻലാലും തമ്മിൽ ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു രംഗമുണ്ട്. അതിനെക്കുറിച്ച് ഇദ്ദേഹം പറയേണ്ട. അതായത് തിലകൻ മറ്റു പല തിരക്കുകൾക്കിടയിൽ ഫാസിലിൻ്റെ വിളി വന്നപ്പം ഒഴിവാക്കാൻ പറ്റില്ല. ഫാസിൽ അത്രമാത്രം പ്രധാനപ്പെട്ട ഒരാളാണ് തിലകൻ. അതുകൊണ്ടാണ് ഈ സിനിമയിൽ അഭിനയിക്കാനേറ്റത്. ആ സമയത്തൊന്നും മൂപ്പർക്ക് ഒഴിവില്ല. അപ്പോൾ ആരെങ്കിലും വിളിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരാം, ഇടക്കിടക്ക് മതി എൻ്റെ സീൻ ഷൂട്ട് ചെയ്യുന്നത്, ഫുൾ ടൈം വെക്കണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ദിവസം തിലകൻ ഇടക്കിടക്ക് കയറി വന്ന് എൻ്റെ ഷൂട്ട് നടക്കട്ടെ എന്ന് പറയും. അങ്ങനെ ഒരു ദിവസം തിലകൻ കയറി വന്നിട്ട് പറയുകയാണ്, ഇന്ന് ഞാൻ റെഡിയാണ്. അപ്പോൾ ഷൂട്ട് ചെയ്യേണ്ടത് എന്താ? ഈ രംഗമാണ്, തിലകനും മോഹൻലാലുമുള്ള രംഗമാണ്. സൈക്കോസിൻ്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത്ര ഭയാനകമായൊരു വേർഷൻ ഇതാദ്യമാണ്. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരു കാര്യമാണ്. ആ ഡയലോഗ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഫാസിൽ പറയുന്നുണ്ട്, ഏറ്റവും അനുയോജ്യമായ ലൊക്കേഷനിൽ, ഏറ്റവും നല്ല ലൈറ്റിംഗ് മൂഡിൽ, ആർട്ടിസ്റ്റുകളുടെ എല്ലാ വൈഭവങ്ങളും പിഴിഞ്ഞെടുത്ത് ശ്രദ്ധയോടെ എടുക്കണമെന്ന് കരുതിയിരുന്ന സീനായിരുന്നു. തിലകൻ ചേട്ടൻ്റെ വർക്കുകൾ തീർത്ത് വിടാൻ വേണ്ടി പെട്ടെന്ന് തിലകൻ വന്നു. അപ്പം തന്നെ ഒരു മരച്ചുവട്ടിൽ 2 കസേരകളിട്ട് പകൽ വെളിച്ചത്തിൽ ഫ്ലാറ്റായി ആ സീൻ
സീൻ എടുക്കുകയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഫാസിൽ പറയുന്നുണ്ട്, എനിക്ക് വേണമെങ്കിൽ ഒരു സംവിധായകൻ്റെ മേലങ്ങി അണിഞ്ഞ് ഇങ്ങനെയൊന്നും പറ്റില്ല, ഇത് ഭയങ്കര പ്ലാനിങ്ങോട് എടുക്കേണ്ട എന്നൊക്കെ പറയായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും പറയാതെ അങ്ങനെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാതെ ഒരു കാർക്കശ്യവും ഇല്ലാതെ എനിക്ക് എടുക്കേണ്ട സാഹചര്യമായി തിലകൻ വന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു മരത്തിൻ്റെ കീഴിൽ 2 കസേര ഇട്ടിട്ട് എടുത്ത സീനാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ആ സീൻ, ആ രംഗം നമ്മുടെ മനസ്സിൽ എന്തുമാത്രം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. അവസാനം മണിച്ചിത്രത്താഴിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും എല്ലാവരും ആകാംക്ഷയോടെ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അത് ഭാഗ്യലക്ഷ്മിയുടെ ഡബ്ബിങ്ങിൻ്റെ കാര്യമാണ്. ഈ സിനിമയിൽ ശോഭനയ്ക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം കിട്ടിയപ്പോൾ മുതൽ ആരംഭിച്ച ഒരു പ്രശ്നമാണ് ഭാഗ്യലക്ഷ്മിയുടെ ഡബ്ബിങ്ങിനെ കുറിച്ചുള്ള കാര്യം. അതായത് ശോഭന ഈ സിനിമയിൽ നാഗവല്ലിയെ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ നാഗവല്ലിയുടെ ശബ്ദം ഭാഗ്യലക്ഷ്മിയാണ് ഡബ്ബ് ചെയ്തത്. ഭാഗ്യലക്ഷ്മി തന്നെ അത് പറയുകയുണ്ടായി, ഡബ്ബ് ചെയ്തത്. പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് ഭാഗ്യലക്ഷ്മിക്ക് കിട്ടിയില്ല എന്ന് അവർ വിചാരിച്ചിരുന്നു. അതിനെക്കുറിച്ച് വലിയ തർക്കങ്ങളും വിവാദവും ഒക്കെ ഉണ്ടായിരുന്നു. ഭാഗ്യലക്ഷ്മിയും ഫാസിലും ഒക്കെ അതിൻ്റെ വിശദീകരണങ്ങൾ പിന്നെ കൊടുക്കുകയും ചെയ്തു. അതിനെക്കുറിച്ച് ഈ പുസ്തകത്തിൽ മണിച്ചിത്രത്താഴും മറ്റോർമ്മകളും എന്ന പുസ്തകത്തിൽ ഫാസിൽ പറയുന്നുണ്ട്. അത് ഞാൻ നേരിട്ട് തന്നെ വായിക്കാം. ആർട്ടിസ്റ്റുകൾ എല്ലാവരും തന്നെ ശ്രദ്ധയോടെ ഡബ്ബ് ചെയ്യുകയും ചെയ്തു. ശോഭനയ്ക്ക് വേണ്ടി ഭാഗ്യലക്ഷ്മിയാണ് ഡബ്ബ് ചെയ്തത്. നാഗവല്ലിയുടെ തമിഴിലെ ഡയലോഗും ആദ്യം ഭാഗ്യലക്ഷ്മിയാണ് സ്വരം മാറ്റി ഡബ്ബ് ചെയ്തത്. പക്ഷെ പിന്നീട് മലയാളം തമിഴ് സ്വരങ്ങൾ തമ്മിൽ ചിലയിടങ്ങളിൽ സാമ്യം തോന്നിച്ചു. അതുകൊണ്ട് തമിഴിലെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ദുർഗയാണ് നാഗവല്ലിയുടെ പോർഷൻ പിന്നീട് ഡബ്ബ് ചെയ്തത്. അന്നത് ഭാഗ്യലക്ഷ്മിയോട് പറയാൻ വിട്ടുപോയി. ഏറെക്കാലം ഭാഗ്യലക്ഷ്മി ധരിച്ചു വെച്ചിരുന്നത് തമിഴ് ഡയലോഗും താൻ തന്നെ ഡബ്ബ് ചെയ്തതാണ് എന്നാണ്. അതിനെ തുടർന്നാണ് ഈ സംഘർഷം അല്ലെങ്കിൽ ആ തർക്കമൊക്കെ രൂപപ്പെട്ടത്. ഭാഗ്യലക്ഷ്മി ഡബ്ബ് ചെയ്തിരുന്നു, പക്ഷേ സിനിമയിൽ അതല്ല ഉപയോഗിച്ചത്, മറ്റൊരാളാണ് എന്നാണ് ഫാസിൽ ഈ പുസ്തകത്തിലും വിശദീകരിക്കുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ മണിച്ചിത്രത്താഴ് വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഘട്ടത്തിൽ മണിച്ചിത്രത്താഴും മറ്റോർമ്മകളും എന്ന ഈ പുസ്തകം കൂടി വായിക്കുന്നത് നമുക്ക് ആ സിനിമയെക്കുറിച്ച് കൂടുതൽ അറിയാൻ സഹായകരമാകും. അതിൻ്റെ സംവിധായകൻ ഫാസിൽ തന്നെ എഴുതിയ പുസ്തകം എന്നുള്ള നിലയിൽ പ്രത്യേകമായും സഹായിക്കും. മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ ഒരു ഭാഗത്ത് ആലപ്പുഴയിലെ ഫാസിലിൻ്റെ ഓർമ്മകൾ, ആലപ്പുഴ എന്താണ് എന്ന് ചിത്രീകരിക്കുന്ന ഗംഭീരമായ ലേഖനങ്ങളും ഇതിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകമായി പറയുന്നത്. നന്ദി, നമസ്കാരം.